ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ കൊറേ കാലങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ കൊറേ കാലമായി വ്ളോഗ് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് അതിന് അടുക്കളയിലാണ് പരിപാടി. അതെ, കുറച്ച് സാങ്കേതിക തകരാറ് മൂലം വീഡിയോ ചെയ്യായിരുന്നു. എല്ലാരും ഓരോ പരിപാടിയിലായിട്ട് ബിസി ചെയ്യുന്നു. നമുക്ക് പിന്നെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ബിസി ആയി പോയി. അതെ, അപ്പൊ അതിന് അടുക്കളയിലാണ് ഇന്ന് ആണ്. ഇന്ന് പായസം വെക്കണം. പക്ഷെ പായസം ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്. അപ്പൊ നജുവിന് ഇൻസ്റ്റാഗ്രാമിൽ 10K ആയിക്കൊണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമത്തെ നമ്മളെ ആൾക്കാർക്ക് കാണണമെങ്കിൽ താങ്ക് യു സോ മച്ച് ഗൈസ്. അത് നമുക്ക് ആദ്യം പായസം റെഡിയാക്കണം. എന്നാണ് തേങ്ങ കുടിക്കാണ്ട് അതിന് മഴയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇത് കുക്കർക്ക് ഇടാം. കുക്കർക്ക് കുക്കർക്കുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കാൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അജുവിന് 10K ആയതിനാൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അജുവിന് 10K ആയതിനാൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും സന്തോഷം. കേക്കുണ്ട് വൈകുന്നേരം. അജുവിന് 10K ആയതിനാൽ ശവാദിന് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ഞാൻ എപ്പോഴെല്ലാം പറയാം സാരോ അജുവിന് 10K ആയതിനാൽ എന്താ പറയാനുള്ളത്? ഉറക്കനെ പറയും. എല്ലാവർക്കും പായസം വെച്ചെടുക്കണം എന്നാ പറഞ്ഞേ. അപ്പൊ കുഴപ്പമില്ല. നിയാസ് കുറച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാ. പിന്നെ വീഡിയോ എല്ലാരും ഫുള്ള് കാണുന്നുണ്ട് ഗൈസ്. വീഡിയോ ഫുള്ള് കാണുന്നുണ്ട്. നമുക്ക് അത്ര പറയാനുള്ളത്. നമ്മള് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നോന്ന് അറിയില്ല. മോന് ഇതായിക്കിട്ട ഞാൻ പിന്നെ ഒക്കെ പറഞ്ഞുതരാം. ഞാൻ ഒക്കെ പറഞ്ഞുതരും. ഇതായിക്കിടുക അതേമാതിരി ബിസ്ക്കറ്റ് പറഞ്ഞ മാതിരി ആ കുട്ടിയുടെ ബിസ്ക്കറ്റ് ആണ്. വെള്ളം മാറിയോ? എടാ കഴുകണമെങ്കിൽ ഒരു പ്രാവശ്യം കഴുകിക്കോ. കഴുകിയതാണ്. ഇത് കഴുകിക്കൊണ്ട് മേമക്ക് അറിയത്തില്ലാന്. പിന്നെ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇയാളെ ചാലിപ്പ മാറ്റി കാളയല്ലേ ഒരു മിനിറ്റ്. നിങ്ങളുടെ കാള ഇടതില് ആരാണ് അവിടെ ആളെത്തി വിടും. ആയോ മൂല്യന്മാര് നമ്മളെ പായസം കുടിച്ചാന്ന് മൂല്യന്മാര് പായസം കുടിച്ചാന്ന് നീ നല്ലൊരു കോമഡി ഗൈസ് പശുമുട്ടായി എനിക്ക് പായസം കേട്ടോ. ഇതിന് ഈ സന്ദർഭം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ പായസത്തിന് വാരിച്ച ഗോതമ്പ് നൂർക്ക് തൊള്ളേ കിട്ടുക. അപ്പൊ ഓല് പോവാട്ടോ. ഓല് പോവാണേ. ഓല് പോയി. പായസത്തിന് വാര്യത്തിന് ഗോതമ്പ് നൂർക്ക് തൊള്ളേ ഇതാണ് നമ്മളെ 10K അടിച്ച അതിന്റെ ആണ്. എന്താണ് താങ്കൾക്ക് എന്താണ് ഈ എളിയ പറയാനുള്ളത്? എല്ലാരും പ്രേക്ഷകര് കാണുന്നവരോട് എന്താ പറയാനുള്ളത്? അതിനെ അൽഹംദുലില്ലാ ഖൈർ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം 10K ആയി. ഇനി 20, 30, 40 ഒക്കെ എനിക്കും എനിക്ക് എല്ലാവർക്കും ആവട്ടെ എന്ന് നമുക്ക് പായസം ഉണ്ടാക്കണം. ലയിച്ചിട്ടാ
വരൂ ഗൈസ്. തേങ്ങ പൊളിച്ചാലിപ്പോ പായസം കിട്ടുന്ന പറഞ്ഞു. തേങ്ങ ഒളിച്ചവർക്ക് പായസം തരുന്ന അന്നോടെ ലോനോടെ പറഞ്ഞേ നിയാലൊക്കെ മുണ്ടാണ്ടിരിക്കണോ ഇവിടെ വനിയാലോ ഞാന് ഇന്ന് ഞാൻ അങ്ങനെ നടക്കിട്ട് ബാക്കിൽ ഓടി വന്നാണ് കൊളത്തുണ്ട് ഇരിക്കണ കമ്പിണ്ട് അതിന്റെ അടിക്ക് കാലടി പോയിട്ട് എടാ ചെറുക്കൻ പണിയെടുക്കണ്ടാ നോക്ക്. ബിസ്മില്ലാ. ജിമ്മിനോണ്ട് എത്ര ഞാൻ ജിമ്മിനോണ്ട് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് തേങ്ങ ഒളിച്ചാ നിക്കണേ വെച്ചത്ര പിന്നെ എന്തിനു ചോർന്ന വേണ്ടി വന്ന് ആ ഒരു കുടിച്ച വല്ലതും നടക്കുവോ? മൊത്തം അടുത്ത തേങ്ങ ഒളിച്ചിട്ടുണ്ട്. നമുക്ക് പണിയെടുത്ത് അന്ന് ഒരു 2 എണ്ണം അതേമാതിരി വിളിക്കാം. അതാ വെല്ലുവിളി വെല്ലുവിളി തേങ്ങ ഒളിച്ചാൻ വെല്ലുവിളി. നിന്റെ സിനുവിന്റെ കളിമേ എടാ അപ്പൊ എന്റേതോ പായസം വേണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതല്ല പൊളിക്കാത്ത വേണം. എടാ ബനെ ആഷിമേ ബന്റെ പേര് നിശാമോസ് എടുക്കുന്ന ടൈം നോക്കിക്കോട്ടോ അത് 2 മിനിറ്റ് കൊണ്ട് ഇപ്പൊ തേങ്ങ പൊളിക്കുന്ന പറഞ്ഞു. 2 എണ്ണം 2 മിനിറ്റ് ഒറ്റൊന്ന് പൊരിഞ്ഞിട്ട് ഞാൻ വിളിച്ചല്ലോ. വെള്ളക്ക് വേണം വെള്ളം എനിക്ക് വേണം. വള്ളം തരില്ല. എന്താ പറഞ്ഞു ഇതിന്റെ വെള്ളക്ക് വേണം. ഇവിടുന്ന് പ്രശ്നമായി അവിടുന്ന് എന്താ പ്രശ്നം? ഇവിടുന്ന് കിട്ടൂലേ? അവിടുന്നാണ് സുഖം. അവിടുന്ന് പ്രശ്നം ഇവിടുന്ന് അത്ര പ്രശ്നം. റെഡിയായോ? ചോര കണ്ടു ഗൈസ്. ടൈം നോക്കിക്ക. ഒരു മിനിറ്റ് ഒന്നായി ഇപ്പൊ 54 സെക്കൻഡ് ആയിട്ടുള്ളൂ കേട്ടോ. 1 മിനിറ്റ് കൂടെ ഉണ്ട്. അത് കുറച്ചുള്ളൂ. അങ്ങനെ തന്നെ അല്ലേ? 54 സെക്കൻഡ് ആയിട്ടുള്ളൂ. എത്ര തേങ്ങ ഉണ്ട്? ഒന്നുകൂടി 4 എണ്ണം. ഇന്നലെ മുതൽ ജിമ്മിനെ കൊടുത്തേക്കണ്. കേട്ടാ പറയണ്ടി ചെറുതായിട്ട് കേൾക്കുള്ളൂ. കാട്ടിക്കണേ ഇതിന്റെ അപ്പൊ 2 ദിവസമായിട്ട് പോക്ക് കൊടുത്തിട്ടേ പൊട്ട ഞാൻ കാട്ടി ചിരിച്ച ഒരു തേങ്ങ പൊളിച്ചെന്താണ് ഈ കാട്ടണത്? നമ്മളിത് മറ്റേ തേങ്ങ വെച്ചാ പോകാനല്ല നമ്മളെ പണിയായി. ചിരിച്ച സ്വഭാവം നോക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറട്ടെ, നമ്മക്കിപ്പോ ഇത് പൊളിച്ചിട്ട് ശീലമില്ല. കാരണം നമ്മൾ ഈ പണിക്ക് പോക്കി കണ്ട തൊടുവില് ഇവിടെ കാണിക്കണോ എന്താണ് സുഖാണ്. അത് ഇജാ പൊളിക്കണ്ടോ? ഇത് വെറുതെ കജ്ജ് പൊളിക്കാൻ വേണ്ടിട്ട് ഇജപ്പ എത്ര കണ്ടാണ്. ഹലോ ഇത് എത്ര ഉണ്ട്? വള്ളം കളയണ്ട. ആ ചെക്കന്മാർക്ക് വള്ളം കളണ്ട. ആ ചെക്കന്മാർക്ക് കൊടുത്താളെന്ന് പറഞ്ഞേ. ആ പൊളിച്ചേ കുറച്ചുണ്ട്. ആ പൊളി
കഷ്ടപ്പെട്ട് ജീവിക്കണം. ബിസ്മില്ലാ 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 ബിസ്മില്ലാ. അപ്പൊ ഒന്നുകൂടെ മൂന്നെണ്ണം ഉള്ളൂ, മൂന്നെണ്ണം മതിയില്ലേ? അത് കാട്ട്. എടാ അത് കാണിക്കാൻ മതി. മറ്റു ചങ്ങായി കൈകൊണ്ട് കൊടുക്കണേ. അത് ഞാനല്ലേ ഇതി മറ്റോ എടാ ഞാനും അച്ഛക്ക് കുളിച്ചു പിന്നെ നോക്കൂ പാവട മുഖം പ്രസാദമാകും പോലെ ഇതിന് മുഖം കുപ്പായത്തിന് കൊടുത്തിട്ടുണ്ടോ? ഇത് വിളിക്കണം. കുപ്പായം സാറായി. എന്താ കുപ്പായം സാറായി. കുപ്പായത്തിന് കുറച്ച് കൊടുത്തില്ലേ? സാറല്ലേ അല്ല എന്താ ഞാനെടുത്ത് പോയിട്ടുണ്ട്. ശരിയൊക്കെ ശരിയൊക്കെ ആലോചിച്ച പറയാമ്പോ പോയി ഇങ്ങനെ അപ്പൊ ക്വസ്റ്റ്യൻ മംഗളമ മഞ്ഞളിൽ ആരംഭിക്കാം. തേങ്ങ എഴുതാണ്. ആലോചിച്ച അതോ ചോദിച്ചോക്കാം. അല്ല അപ്പൊ നിങ്ങളാണ് ഇതിന്റെ ഏറ്റവും നല്ല ഒരു പണിക്കാരൻ. പിന്നെ പായസം തരില്ലട്ടോ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. ഇതില്ലേ അത് കുഴപ്പമില്ലേ? ഞാൻ എന്താ എനിക്ക് പറയാനുള്ളത്? തേങ്ങ മധുരണ്ട്. തേങ്ങ മധുരണ്ട്. 10K ആയതിന്റെ പേരിൽ ഞങ്ങൾ പണിഷ്മെന്റ് കൊടുത്തിക്കാണ്. തേങ്ങ ചെറിയ കട്ടായി കേൾപ്പിച്ചു. യാടെ ജോക്ക് തിന്നല്ലേ. ഇതിപ്പോ തിന്നല് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിലൊന്നും ഉണ്ടാവില്ല. എടാ ആഴ്ച കൊടുത്താ മറ്റേ പഞ്ചായത്തിന് ആൾക്കാരന്മാര് ഇങ്ങോട്ട് വരികടോ. നമ്മളെ പെണ്ണാണ് അങ്ങോട്ട് വരി. ഇപ്പൊ എന്നാ 28-ാം തീയതി കാക്കന കല്യാണം എല്ലാരും വരണം. അതാണ് കല്യാണം എവിടെ പറഞ്ഞു? മങ്ങാട് സ്റ്റൈല് വെള്ളിക്കോട് സ്റ്റൈലാണ്. അതല്ല ഇതുവരെ സ്ഥലം പറയണ്ട വരാ അനന്തന്റെ നോക്കാലോ. സ്ഥലം എല്ലാരും ആകെ ദൂരാളെ കാണുക. സ്ഥലം പറയണ്ട എന്താണ് സായിരേ എന്തൊക്കെ കാട്ടണം അജുവിന്റെ ഫാൻസിനോട്, അതായത് 10K ആയ എന്താണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമത്തെ ആൾക്കാരോട് പറയാനുള്ളത്? കേട്ടു പറയാം. ഒരു 3 ദിവസത്തിലെന്താ ഓഫാക്കണം കേട്ടോ. അതൊക്കെ നമ്മൾക്ക് അലാറം ഇതുള്ള പണിയാണ്. എന്താ അറിയോ, സെറ്റ് 2-ാം തീയതി ഞങ്ങൾ ഓഫാക്കും. അത്ര കാര്യക്ഷമത ജിമ്മിനെ കാണിച്ചെടുക്കൂ. ജിമ്മിക്ക് എന്താ ആൾക്കാരോട് പറയാനുള്ളത്? 10K സെലിബ്രേഷൻ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. സെറ്റാണ്. അൽഹംദുലില്ലാ. താങ്ക് യു. അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്. താങ്ക് യു. പിന്നെ ഈ സാരിയോട് ചോദിക്കട്ടെ ചേടാ മതിട്ടോ. ഞാൻ ഇനി വാപ്പാന്റെ കടയിലൊന്നും കണ്ടു കുട്ടികളുടെ കാര്യം വന്നതാ.
സാധ്യത അത് ഫുള്ള് പൂത്ത സാധനങ്ങളാണ്. പിന്നെ പൂത്ത സാധനങ്ങൾ പിന്നെ ഇത് ഇതൊക്കെ ഒരു വിചാരം ഇവർക്ക് മാത്രമേ തരുള്ളൂ. നമ്മക്കറിയാം. പിന്നെ അനക്ക് എന്താണ് കാട്ടുന്നല്ല, നിങ്ങൾ കാട്ടു വയ്ക്കുമാരെ കാട്ടോ കാട്ടോ. അനക്ക് എന്താണ് പറയാനുള്ളത്? എത്ര പറയണ്ട് 10K ഫോളോവേഴ്സ് ആയ സാഹചര്യത്തിൽ ഈ മുഹൂർത്തത്തില് നമുക്ക് വരച്ചില്ലല്ലോ. എന്താണ് അതായത് പറയാനുള്ളത്? അതായത് അജുന് 10K ആയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഒരു പണിയില്ലാതെ ഈ പെരയിൽ കുത്തിരുന്നിട്ട് ഈ തേങ്ങ ചെറുക്കിട്ട് ഞാൻ എന്താ അറിയോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാപ്പ് പോലാണ്. അപ്പൊ അതിന്റേതായ ഒരു പിന്നെ ഞങ്ങൾക്ക് പണി ചേർന്ന് ഓനക്ക് എന്താ പണി വെച്ചിട്ടൊക്കെ തന്നെ ഇതന്നെ തേങ്ങ എടുക്കുക, വിശിലാക്കുക. പണിക്കോട്ടൊരു ആവശ്യം വന്നിട്ടില്ല. കാരണം മാസം അജുന് 1.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നമില്ല, ജീവിച്ചുകൊണ്ട്. തേങ്ങ എടുത്ത് അപ്പൊ എന്താ എനിക്ക് പറയാനുള്ളത്? ആൾക്കാർ എന്താ അറിയോ, ഇഞ്ഞും 10K എന്നുള്ളത് ഒരു 100K, അതെ ഒരു 1000K, 1000 മില്യണ കയ്യിലെ മില്യണ കയ്യിലെ അങ്ങടൊക്കെ എത്തിക്ക. അതാണ് നമുക്ക് ആവശ്യം. 1000K ഏതാണ് ഭാഗ്യ അങ്ങനെ പറയാത്രേ. ഈ 1000K എന്ത് തേങ്ങയാണ് കൊതു ഉറങ്ങടാ. അതെന്ത് ചോദ്യാണ്? ഇതൊക്കെ എന്ത് തേങ്ങയാണ് വെച്ചു? ഇതൊക്കെ എന്ത് തേങ്ങ? ഇതൊക്കെ ഒരു തേങ്ങ. ഇതൊക്കെ തേങ്ങ. പിന്നെ ഇത്രയും കാര്യം നടക്കുമ്പോ അതിന്റെ ഇടയിലും കുട്ടിക്ക് മെസ്സേജ് അയക്കണം എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. മെസ്സേജ് അതിന് എത്ര ആളിരിക്കുന്നുണ്ട്? ഞാൻ വിളിക്കല്ലേ, നിനക്കൊക്കെ വീട്ടിൽ പോയിട്ട് മെസ്സേജ് അയച്ചുകൂടാ, ഇവിടെ വന്ന് ഇരുന്നിട്ട് മെസ്സേജ് അയക്കും. അച്ഛമ്മക്ക് എന്താ പറയാനുള്ളത്? ആയി ഗായ്സ് എന്ന് പറഞ്ഞ കുട്ടായി വേണോ? കുട്ടായി വേണോ? ബ്ലോക്കാന്നറിയാം. എന്താ പറയാനുള്ളത്? പിന്നെ എന്താ അറിയോ പ്രശ്നം എന്താ അറിയോ, ഞങ്ങളിപ്പോ കാണിക്കാൻ പാടില്ല. അതായത് ഇനി ഇപ്പൊ ജിമ്മ് കയറുന്നതിന്റെ മുമ്പ് ഒരു ഫോട്ടോ എടുക്കണോ? ഈ കുറച്ച് കഴിഞ്ഞിട്ട് ട്രാൻസാക്ഷൻ വരാൻ ഒരു ട്രാൻസാക്ഷൻ വരാണ്ട് എത്ര ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ഇതിൽ നിന്ന് ട്രാൻസാക്ഷൻ അത്ര ട്രാൻസാക്ഷൻ അപ്പൊ ഇവിടുത്തെ ഷോട്ട് എത്ര പോലെ ഇത് തേങ്ങ ട്രാൻസാക്ഷൻ പറഞ്ഞോണ്ട് മുത്തു നിർത്തി. പായസമാകുമ്പോഴാ നല്ല തേങ്ങ വേണം. പിന്നെ അടിഞ്ഞിട്ടില്ലല്ലോ. നോക്കിയോ? വിസിലടിഞ്ഞോ? ആ പറഞ്ഞൊന്നും കേട്ടില്ല. പായസമാകുമ്പോഴേ അല്ല തേങ്ങ വേണം, എന്നാലും ഒരു കോശി ഉണ്ടാവുള്ളൂ അല്ലേ? ഈ പരിപാടിയിൽ 4ാമത്തെ പായസാണ് അസ്ലം കുടിക്കുന്നത്. എന്തിപ്പോ എത്രാമത്തെ പായസം വെച്ചിട്ട് കുടിക്കണോ? ഇഞ്ഞു കുടിക്കാം. നല്ലൊരു ഇതാണ്. എന്താണ് പറയാനുള്ളത്? എന്നാ ഷുഗർ കട്ടാണ്. ശർക്കര
ഓൻ ജീരകം തിന്നു. പ്ലേറ്റ് ഒന്നും വേണ്ട. അപ്പൊ കുടിച്ചാൻ വേണ്ടിക്ക് കൊടുത്തു മറ്റൊരു കൊടുത്തോ കൊടുത്തോ ആ വണ്ടി ചെക്കന്മാരെ കൂട്ടി പോകണം മൈൻഡൊക്കെ കഴിഞ്ഞ ഞാൻ പോയി ഞാനൊരു കൂലിക്ക് വിളിച്ചാണ് ഒരു പായസം കൊടുത്താ കൊളത്തൂന്ന് വന്നാണ്. ഒരു പായസം പണി കൊടുത്താ ഒരു പായസം പണി കൊടുക്കണ കൊളത്തൂന്ന് വന്നവരല്ലേ. ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ആളാണ് പക്ഷെ തൊള്ളർന്നാ പോയി ഇങ്ങനൊക്കെ നടക്കുക. അപ്പൊ എന്റെ പായസം ഉണ്ട് അൽഹംദുലില്ലാ ഇറാക്കി തെറ്റെ പഠിച്ചു. വണ്ടി അങ്ങനെയൊക്കെ പോകാൻ പായസം മച്ചാമാരെ ഒരു രക്ഷയില്ല. ഞമ്മൾ ഉണ്ടാക്കിയോണ്ടേ ഓളാണ് അടിപൊളിയാണ്. ഒരു രക്ഷയില്ല പക്ഷെ മധുരം ഞാൻ കഴിക്കലില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാട്ടോ. ഓ വന്നപ്പോ തുടങ്ങി ഞങ്ങൾ ഓനെ ഓലാൻ ഗ്യാസ് മറ്റേ ഗ്യാസ് സെക്കൻഡ് പായസം കൊടുക്കാത്ത അജ്മലിന് ഇപ്പനൊരു പാർക്കാണ് അജ്മലല്ലേ പേര് അപ്പുറത്തന്നെ ഹലോ മനസ്സിലാക്കണേ എന്താണ് എന്താണ് ഞാന് മസില് പമ്പാക്കാൻ അപ്പൊ കാശ് ഞാൻ പോട്ടെ മസിലുണ്ടാക്കാന്. അതിന്റെ പായസത്തിന്റെ അതാണ് കളിയാണ്ടേ. എന്താ ബോഡി റിവീൽ ചെയ്യണോ ഒരു വീഡിയോ അത് കാണിക്കണോ ബോഡി റിവീൽ ചെയ്യണോ എന്താണ് ബോഡിയോ ജിമ്മിന് പോയിട്ട് വയറൊക്കെ ഉണ്ടാവും. അതിനൊന്നും പറയരുത്. ഇല്ല ഓ നമ്മളൊരാക്കല് എന്താ പറഞ്ഞിട്ടാ. അതെ ഷിബിലിക്ക് പായസം നിയാസിന് പായസം ഷിബിലിക്ക് കൊടുത്തിട്ടില്ല. അപ്പോഴും ഷിബിലിക്ക് ലാസ്റ്റ് ആ ചെക്കൻ പോണട്ടോ 6 മാസത്തെ കോഴ്സ് ലക്ഷറി കയറി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം ലക്ഷറി ആയിക്കാരത്ര ലൈഫ് പ്രൊമോഷൻ ഒന്നുമല്ലോ. ഇങ്ങോട്ടല്ലേക്ക് ഉണ്ട്. ഇങ്ങോട്ട് നിക്കാം കടിക്കാം. അതായത് വീഡിയോ എടുക്കാനോ അല്ലാതെ കുടിക്കാൻ വേണ്ടിട്ടല്ല. ഒന്നും വിചാരിക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഷുഗർ റേറ്റ് വരുന്നില്ല. പായസം തരില്ല. 4ാമത്തെ ക്ലാസ്സിൽ ഒരു വീഡിയോ എടുത്തോ. നാലാമത്തെ 4ാമത്തെ ക്ലാസ് 5 കുളിച്ചോണ്ടോ കുളിച്ചോണ്ടോ അങ്ങനെ ആ പറ്റി ചേർത്തതൊക്കെ മോനെ കേക്കൊക്കെ ഞാൻ കേൾപ്പിച്ചതൊക്കെ അത് കുളിച്ചോണ്ട് തന്നെ പറഞ്ഞത്. ഇവനെ കാണിച്ചെടുക്ക് ITM പോയി കണ്ട അമ്മൻ തൃശ്ശൂരിലെ പ്രമുഖ കമ്പനിയാണ് പൈസ ഉണ്ടാക്കണ്ടേ. എന്താണ് ഒരാള് അല്ല മൈക്ക് കായ് ഉണ്ടാക്കും നമ്മള്. അല്ല കാസിമ പിന്നാർ മാഫിയ മാഫി ശരിക്ക് തന്നില്ല. പായസം തന്നില്ല. അതിൽ എനിക്ക് വയറുവേദന ഉണ്ടാവും. ഇതെന്താ ഫാമിലി പാക്കോ അപ്പൊ ഒന്ന് ചാൻസ് എടുത്താ വണ്ടി സൈഫുന്റെ മക്കളില്ലേ ആ ചെറിയ ഞാലോ
മടി വന്നിട്ട് മാറ്റാൻ ചാനൂന് വന്ന് കൊണ്ടുപോയി ചാലിൽ പോയി സ്പീഡ് കൊടുത്തിട്ട് ആ ചാലിന് പോയി കിടന്നു വാട്ടിക്കണോ വാട്ടിപ്പോ തല കഴിക്കണോ അത് കുട്ടികൾ കഴിക്കല എവിടെ വീണപ്പോ നമുക്ക് കഴിച്ചാ അപ്പൊ വന്നവർക്കും പോയവർക്കൊക്കെ നന്ദി പറയും. ഞാൻ പറയാം അപ്പൊ നാലാവുമ്പോ അപ്പൊ മതിയെടി, 20 തന്നെ ആവൂലേ? വന്നവർക്കും പോയവർക്കൊക്കെ നമസ്കാരം. അപ്പൊ വന്നവർക്കും പോയവർക്കൊക്കെ ഇങ്ങോട്ട് ഒപ്പിട്ട് തന്നോട്ടോ. ഇനി വരുന്നവർക്കും അല്ല ഇവിടെ പായസം കുടിച്ചിട്ട ചെക്കൻ വന്നവർക്കും പോയവർക്കും ആ പറഞ്ഞു നല്ലവർക്കും പോയത്. ആ അല്ല മറ്റേ നന്ദി അറിയിച്ചുകൊണ്ട് അപ്പൊ വന്നവർക്കും പോണവർക്കൊക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുക. പ്രകടനമാണ് വേണം എന്നിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി കുടിച്ചാത്തോലൊക്കെ വരിക ഗൈസ്. ഇനി വയസ്സല്ലോ. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യല്ലേ? മുത്ത് വൈൻഡപ്പ് ചെയ്യല്ലേ? അതെ. അപ്പൊ ഇവിടെ വന്നവർക്കും പോയവർക്കൊക്കെ പായസം കൊടുത്തു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. Thanks a lot. പിന്നെ സിബിൽ എന്തേലും പറഞ്ഞാ നമുക്ക് ഞാൻ എന്ത് പറയാ ഉൾക്കട്ടൊക്കെ പോയേച്ചാ പറയ്. ഏയ് ഞാൻ അനക്കെന്താ പറയാ? പ്രേമത്തിനെ കുറിച്ച് അനക്കെന്താ പറയുന്നത്? അതെ. അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് വരും എല്ലാരും കാണാം. ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് ബിസി ആയിരുന്നു എല്ലാരും. ഞാനും അജയ് എല്ലാരും കുറച്ച് ബിസി അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ ടീക്ക് നോക്കില്ല അവിടെ അല്ലോ ഇതിലാട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം എല്ലാരും. യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് സപ്പോർട്ട് ചെയ്യാം. വരും ആകെ ഒച്ചപ്പാടാ. അപ്പൊ കുറെ ആൾക്കാർ പോയി, കുറെ ആൾക്കാർ വന്നു, ഇനി വരാണ്ട്. എല്ലാരും ഉൾപ്പെടുത്തിയിട്ട് ആകെ ലെങ്ത് ആവും. അതുകൊണ്ടാണ് പിന്നെ അപ്പൊ 10 മാറ്റി 100 നിങ്ങള് സപ്പോർട്ട് ചെയ്യാം. ബൈ അതൊക്കെ 4 കൊല്ലം കഴിഞ്ഞ മാസാക്കി അപ്പൊ എല്ലാവർക്കും ബൈ ലവ് യു സോ മച്ച്. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ബൈ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്താ ബെല്ലൈക്കൺ അടിക്കുക. അത്ര പറയാനുള്ളൂ. ബെൽ ബൈക്കണും ഇൻസ്റ്റാഗ്രാമിലുള്ള സപ്പോർട്ട് യൂട്യൂബിലും തരിക. അപ്പൊ ബൈ ലവ് യു ഗൈസ്.